ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഒരു പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ ബുക്ക് ഓഫ് ലോറിലൂടെ വരുവാൻ ദൈവം ഇടയാക്കി കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് ഒരു പുതിയ ഒരു സിദ്ധാന്തം, അല്ലെങ്കിൽ അത് കുറെ കാലങ്ങളായി ഫേസ്ബുക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫേസ്ബുക്കിലൊക്കെ ഇത് വരുന്നത്, പിന്നെ ചിലർ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നവരുമുണ്ട് എന്നുള്ള കാര്യമാണ്. നമ്മൾ ഇന്ന് ആ ഒരു ഭാഗം ഞാൻ ഇന്ന് വായിക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ നമ്മളത് വായിക്കുമ്പോൾ യേശു ക്രിസ്തു ദൈവം എന്നതാണ് ക്രിസ്തീയ വിശ്വാസം, അല്ലെ? അതാർക്കും മാറ്റാൻ കഴിയുകയില്ല. അങ്ങനെ വിശ്വസിക്കാത്തവരാരാണ്? റസൽ മതക്കാര്, യഹോവ സാക്ഷികള്, യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ അംഗീകരിക്കാത്ത ആൾക്കാർ. ദൈവം ഒരാളെന്ന് സ്ഥാപിക്കുവാൻ പുത്രനെ ഇല്ലാതാക്കുകയോ പുത്രനെ ദൈവമല്ലാതാക്കുകയോ ചെയ്തത് എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുന്നവരുണ്ട്. ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്ന ഒരു പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത്. അത് തെറ്റാണ്. പുത്രൻ ദൈവത്തിന്റെ പ്രത്യക്ഷതയും വെളിപ്പാടുമാകുന്നു. ഇപ്പോ അതിന്റെ ആദ്യത്തെ പോയിന്റ്, പുത്രൻ ദൈവത്തിന്റെ പ്രത്യക്ഷതയും വെളിപ്പാടുമാകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. പുത്രൻ മുഖാന്തരം മാത്രമാണ് പ്രപഞ്ചത്തിന് ദൈവം ഉള്ളത്. പുത്രന് ദൈവത്തെ കാണുന്നവന് ദൈവമുണ്ട്. പുത്രൻ എന്ന അതിര് കടന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവമില്ല. പുത്രനിൽ ദൈവത്തെ കാണുന്നവന് ദൈവമുണ്ട്. പുത്രൻ എന്ന അതിര് കടന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവന് ദൈവം ഇല്ല എന്നാണ് പറയുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:18 നമ്മളത് വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലും ഒന്നാം പ്രമാണം ദൈവം ഒരാൾ നിലവിലുണ്ട്, ഒരു മാറ്റവും വന്നിട്ടില്ല. യേശു ക്രിസ്തുവിന്റെയും അപ്പോസ്തലന്മാരുടെ ഉപദേശം ദൈവം ഒരാളാണ് എന്നാണ്. പുതിയ നിയമത്തിലെ എല്ലാത്തിലും മുഖ്യ കൽപ്പന ദൈവം ഒരാൾ എന്നതാണ്. അപ്പോസ്തലന്മാരുടെ പ്രബോധനത്തെ നിരസിക്കുന്ന വ്യാഖ്യാനം ശാപത്തിന് കാരണമാകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് ഇതിനെക്കുറിച്ച് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന് പ്രപഞ്ച സൃഷ്ടി മുതൽ ഏകജാതനായ ഒരു പുത്രനുണ്ട്. ദൈവപുത്രനില്ലാതെ കൂടാതെ ഒഴിവാക്കി പിതാവെന്നോ ഏകദൈവം എന്നുള്ള പഠനം ഇസ്ലാമികമാണ്. അത് യഹൂദന്റെ ദൈവം അല്ല. ക്രിസ്തു യഹൂദന് ഉണ്ടായിരുന്നു. ക്രിസ്തുവുള്ള ഏക ദൈവമാണ് യഹൂദന്റെ ദൈവം. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെയാണ് ആരാധിച്ചിരുന്നത്. പുത്രനെ ലോകരക്ഷിതാവായി ലോകത്തിലേക്ക് അയച്ചു. പുത്രൻ മനുഷ്യനായി ജനിച്ചു. വ്യക്തി ദൈവത്തെ ഭൂമിയിൽ ദാസരൂപത്തിൽ വെളിപ്പെടുത്തി. പിതാവിന്റെ നാമമാണ് യേശു ക്രിസ്തു എന്ന് വിശ്വസിക്കണം. പാപമോചനം സ്നാനം യേശുവിന്റെ നാമത്തിൽ. ദൈവം തികച്ചും അദൃശ്യൻ. യേശു ക്രിസ്തു കേവലം വെളിപ്പാട് മാത്രമല്ല, വ്യക്തിയാണ്. പിതാവിനെ അയക്കപ്പെട്ട പുത്രനെയും അറിയുന്നത് നിത്യജീവൻ. ഉയർത്തെഴുന്നേറ്റ മനുഷ്യനായ യേശു ക്രിസ്തുവിന്റെ അസ്തിത്വമില്ലാതെ പോയെന്നോ എന്ന തരം മാറ്റം ചെയ്തെന്നോ ഉപദേശം ഇല്ല എന്നാണ്. യേശു ക്രിസ്തു എന്ന മനുഷ്യൻ ഏക സത്യദൈവം. ക്രിസ്തീയ ഏകദൈവ ഉപദേശം യേശു ക്രിസ്തുവിൽ മാത്രം സത്യോപദേശം. ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിര് കടന്നു പോകുന്നവന് ദൈവമില്ല. മനുഷ്യപുത്രനെ ദൈവസിംഹാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തു എന്ന് നാം വിശ്വസിക്കേണ്ടത്. മനുഷ്യപുത്രൻ ഇന്ന് സ്വരൂപത്തിന്റെ വലതുഭാഗത്ത് സ്വരൂപവും അവകാശമാക്കി ഭവിഷ്ഠനായിരിക്കുന്നു. നാം ദൈവീക വ്യക്തിത്വത്തെ കാണിക്കുന്നു. ആമേൻ. അപ്പൊ ഇത് ഏകദേശം നമ്മൾ വായിച്ചപ്പോൾ ആദ്യം ഇതിന്റെ ലേഖകൻ പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ആ ലേഖകൻ ആദ്യം പറഞ്ഞിരിക്കുന്നത് പുത്രൻ ദൈവത്തിന്റെ പ്രത്യക്ഷതയും വെളിപ്പാടുമാകുന്നു. അപ്പൊ ഇത് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് ആണ്. എന്താണ്? അത് തെറ്റാണ്. പുത്രൻ ദൈവത്തിന്റെ പ്രത്യക്ഷതയും വെളിപ്പാടുമാകുന്നത് തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പുത്രൻ മുഖാന്തരം മാത്രമാണ് പ്രപഞ്ചത്തിന് ദൈവം ഉള്ളത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വരുന്നത്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം, പുത്രൻ ദൈവത്തിന്റെ പ്രത്യക്ഷതയും വെളിപ്പാടും ആകുന്നു എന്ന് പറയുന്നത് വളരെ തെറ്റാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ദൈവത്തിൽ മറ്റൊരാളുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നതിന്റെ പ്രധാനമായ കാര്യമെന്ന് പറയുന്നത്. അത് തെറ്റാണ്. എന്താണ് ഇതിനകത്തെ തെറ്റ്? അപ്പൊ ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം തൃത്വം വിശ്വസിക്കുന്നില്ല, തൃത്വവുമായി യാതൊരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല, ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പൊ ദൈവത്തിന് പ്രപഞ്ച സൃഷ്ടി മുതൽ ഏകജാതനായ ഒരു പുത്രനുണ്ട്. അങ്ങനെ ഒരു പുത്രനെ കുറിച്ച് പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ മാലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ അങ്ങനെ ഒരു പുത്രനെ കുറിച്ച് വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യങ്ങളിലൊന്ന്. കാരണം എന്നിൽ മറ്റൊരുത്തനില്ല എന്ന് യഹോവയായ ദൈവം വളരെ വ്യക്തമായി പറഞ്ഞിട്ടും, അപ്പോ മറ്റൊരാൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ആ സിദ്ധാന്തം നമുക്ക് സത്യമെന്ന് അംഗീകരിക്കുവാൻ കഴിയുകയുള്ളൂ. കാരണം പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ സംഖ്യാപുസ്തകത്തിൽ പറയുന്നുണ്ട്, വ്യാജം പറയുവാൻ ഞാൻ മനുഷ്യനല്ല, മനുഷ്യപുത്രനുമല്ല. ഇനിയിപ്പോൾ പുത്രൻ പുതിയ നിയമത്തിൽ ജനിച്ചതാണോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കണം, എന്താണ് ഈ വെളിപ്പെടലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെളിപ്പെടലും പ്രത്യക്ഷതയും തെറ്റാണ് എന്നാണ് അദ്ദേഹം അതിനകത്ത് വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഒരിക്കലും മനുഷ്യനായിട്ട് വെളിപ്പെടാൻ കഴിയുകയില്ല എന്നുള്ള സിദ്ധാന്തത്തെ അദ്ദേഹം ഹനിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുത്രനെ അയച്ചു അയക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനം വെളിപ്പെട്ടു, അല്ലെങ്കിൽ അത് വെളിപ്പെട്ടു. ഒരിക്കൽ പ്രവാചകന്മാർ മുഖാന്തരമായിട്ട് പ്രസ്താവിച്ചത് എന്ത് ചെയ്തു, അത് വെളിപ്പെട്ടു എന്നുള്ള അർത്ഥത്തിലാണ് അയക്കപ്പെട്ടു എന്ന വാക്കുകൾ ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അതുപോലും മനസ്സിലാക്കാൻ കഴിയാത്ത ആൾക്കാരാണ്. അതൊരു പ്രവചന ശബ്ദമാണ്, അല്ലേ? നമുക്ക് യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അറിവ് ലഭിക്കും എന്നുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം ഞാൻ നിങ്ങളുടെ അറിവിന് വേണ്ടി വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നു, ആ 14-ാമത്തെ വാക്യം, 1-ാം അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ ദൈവം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവചനം അല്ലെങ്കിൽ ദൈവം വചനം അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതതിന്റെ കാര്യം സാധിക്കാതെ തിരിച്ചു വരികയില്ല അല്ലെങ്കിൽ മടങ്ങി വരികയില്ല എന്ന് പഴയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അത് ഉദ്ധരിച്ചാണ് യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുകയാണ്, വചനം ജഡമായി തീർന്നു, അല്ലേ? ഒരിക്കൽ ദൈവം പ്രസ്താവിച്ചു. എന്താണ് പ്രസ്താവിച്ചത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന ഒരു പ്രസ്താവന നിലനിൽക്കുന്നു. ആ പ്രസ്താവന ഇന്ന് അത് നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുത്രൻ പുത്രൻ മറ്റൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടോ? നമുക്ക് ഒന്നുകൂടി പരിശോധിച്ച് കഴിയുമ്പോൾ പുത്രൻ മറ്റൊരു വ്യക്തിയാണോ, അല്ലേ? യെശയ്യാവിന്റെ പുസ്തകം 9:6 കൂടി നമുക്ക് വായിക്കാം. 9-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടും.
അവിടെ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ നിത്യപിതാവ് എന്ന് പറഞ്ഞു, വീരനായ ദൈവം. ആ രണ്ട് കാര്യങ്ങൾ ഞാനിപ്പോ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെയാണ് മറ്റൊരാൾ ഉള്ളതായിട്ട് ദൈവം പറയുന്നതേ ഇല്ല. പഴയ നിയമത്തിൽ ഞാൻ പറഞ്ഞു, ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ ദൈവം ഒരുവൻ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, ഇരുവർ എന്ന് പറയുന്നില്ല. ഇരുവർ എന്ന് പറയാത്തിടത്തോളം കാലം ഇദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്ന പ്രസ്താവന തെറ്റാണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുപോലെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ജനിക്കുവാൻ പോകുന്ന ശിശു അതൊരു നിത്യപിതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? നിത്യപിതാവ്. ഞാൻ ചില പണ്ഡിതന്മാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ നിത്യതയുടെ പിതാവ്, അവരതിനെ തിരുത്തി എഴുതി നിത്യതയുടെ പിതാവ് എന്നൊക്കെ ചില പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടു. കാരണം എന്ന് വെച്ചാൽ തൃത്വക്കാർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങൾ അവർ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇനി ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇനിയിപ്പോ മനുഷ്യൻ അല്ലെങ്കിൽ ആ വ്യക്തിയെ കുറിച്ചാണ് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? മനുഷ്യനായി വെളിപ്പെട്ടു, അല്ലെ? അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് വായിക്കാം. 1 തിമോത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 1 തിമോത്തി 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. ആരാണ് ഈ അവൻ? അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ ആള്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ സത്യദൈവമാണ് യേശു ക്രിസ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം 2 ദൈവങ്ങൾ അദ്ദേഹത്തിനുണ്ട്. തൃത്വമില്ല, 2 ദൈവങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഈ പറഞ്ഞ വ്യക്തിത്വത്തിന്, അല്ലെ? അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി. ആരാണ് ഈ ജഡത്തിൽ വെളിപ്പെട്ടത്? നമുക്ക് വേറൊരു വാക്യം കൂടി നമുക്ക് വായിക്കാം. അതിന്റെ ബദലായിട്ട് നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം കൂടി അവിടെ വളരെ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുകയാണ് 6-ാമത്തെ വാക്യത്തിൽ, അതായത് ഫിലിപ്പിയർ ലേഖനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്: അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ദൈവമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. അപ്പൊ ദൈവമാണ്. ഇനിയിപ്പോ പുത്രൻ മാത്രമാണ് എങ്കിൽ അവൻ എങ്ങനെയാണ് ദൈവം മാത്രമായി ഇരിക്കുക? ഇനി രണ്ടാമത്തെ ദൈവമല്ലേ? അദ്ദേഹം പറയുന്ന പ്രകാരമാണെങ്കിൽ അത് രണ്ടാമത്തെ ദൈവമല്ലേ? അദ്ദേഹം പറഞ്ഞു വരുന്നതിന്റെ പ്രധാനമായ പൊരുളെന്ന് പറയുന്ന രണ്ടാമത്തെ ദൈവം അദ്ദേഹത്തിനുണ്ട്. അപ്പം പിതാവിനെ അറിയണമെങ്കിൽ ഈ മനുഷ്യനെ കാണണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാകുക? ഈ മനുഷ്യൻ എന്താണ് അസ്തിത്വമുള്ളത്? ഈ മനുഷ്യൻ മറിയത്തിൽ ഉദരത്തിൽ ജനിക്കുമ്പോൾ മാത്രമാണോ ഈ മനുഷ്യന് ദൈവത്വം ലഭിക്കുന്നത്? അതിനു മുമ്പ് ഈ മനുഷ്യന് ദൈവത്വം ഇല്ലേ? ഇല്ല. അങ്ങനെ ഇരിക്കെ തന്നെ ഒരിക്കലും ദൈവം ഒരിക്കലും പറയുന്നില്ല തൻ്റെ കൂടെ ഒരു പുത്രനുമുണ്ട്, ഒരാത്മാവുമുണ്ട്. അപ്പം ഈ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെയും 2 പേരുള്ളതായിട്ട് പറയുന്നില്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. എഫേസ്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, 4-ന്റെ 4 നമ്മൾ വായിക്കുകയാണ്: നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവൊന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പൊ മൂവരില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. മൂവരുമില്ല, 2 പേരുമില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്.
രണ്ടുപേര് അവിടെ ഇദ്ദേഹം പറഞ്ഞ പോലെ രണ്ടുപേരുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. രണ്ടുപേരെ കുറിച്ച് അവിടെ പറയുന്നതേ ഇല്ല, അല്ലേ? രണ്ടുപേരെ കുറിച്ച് അവിടെ പറയുന്നില്ല. ദൈവവും അവന്റെ ജഡത്തിലുള്ള വെളിപ്പാടും, ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. സത്യത്തിൽ അത് തന്നെയാണ് സത്യമെന്ന് പറയുന്നത്. അതായത് ചില ആളുകൾ പഠിപ്പിക്കുമ്പോൾ പറയും, ക്രൂശിൽ ദൈവം മരിച്ചോ, അല്ലേ? ദൈവം മനുഷ്യനായിട്ട് നിന്നാണ് മരിച്ചത്. ദൈവം ദൈവമായിട്ട് നിന്നല്ല മരിച്ചത്, മനുഷ്യനായിട്ട് നിന്നാണ് മരിച്ചത്. അതുപോലും മനസ്സിലാക്കാൻ കഴിയാതെ പിതാവ് ക്രൂശി മരിച്ചോ എന്നുള്ള നെഗറ്റീവായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെ മനസ്സിലാക്കണം, ഇവിടെ പറഞ്ഞതിന്റെ പ്രധാനമായ പൊരുൾ ഒന്നുകൂടി ഞാൻ വായിക്കാം. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനായി. എല്ലാവരും കൂടി വ്യാപരിക്കുന്നത് നമ്മൾ ഒരു തരത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ യേശുക്രിസ്തു. 2, എല്ലാവരിലും കൂടി ഇരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. ദൈവം ആത്മാവായിട്ട് നമ്മുടെ ഇടയിൽ വസിക്കുന്നു. ഇനി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ, അല്ലെ? പിതാവായി ഒരു ദൈവം കൂടി ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് പോലും അവിടെ പറഞ്ഞിരിക്കുക ഒരുവനേ ഉള്ളൂ, എല്ലാവർക്കും ഒരുവനേ ഉള്ളൂ. അതുപോലെ തന്നെ പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ചത് എന്താണ്? പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് അവിടെ പറയുന്നതേ ഇല്ല. പറയുന്നുണ്ടോ? ഇല്ല, പറയുന്നില്ല. പക്ഷെ യേശുക്രിസ്തു എവിടെയാണ് ദൈവം എന്ന് പറയുന്നത്? മനസ്സിലാക്കണം. അപ്പോസ്തലനായ തോമസ് വിളിക്കുന്നുണ്ട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായ ഉള്ളോവേ എന്ന് വിളിക്കുന്നുണ്ട്. അവിടെയാണ് യേശുക്രിസ്തുവിനെ ദൈവമെന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഭാഗം എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ ദൈവത്തിന്റെ മഹത്വ പ്രത്യക്ഷത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് പറയുന്നുണ്ട്. വേറെ എങ്ങും അപ്പോസ്തലൻ ദൈവം എന്ന അർത്ഥത്തിൽ പറയുന്നില്ല. യോഹന്നാൻ പറയുന്നു അവൻ സത്യദൈവമാണെന്ന്. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നു, യോഹന്നാൻ തന്റെ സുവിശേഷത്തിൽ പറയുന്നു യേശുക്രിസ്തു ദൈവമാണ്. അത് 2 ദൈവമാണെന്നും അവർ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുക അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ട് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു. പക്ഷെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത് എന്താ? ഈ പറയുന്ന 3 അല്ലെങ്കിൽ 3 ഈ എഴുതിയിരിക്കുന്ന ലേഖകന്റെ എഴുത്തും എന്താണ്? 2ഉം ഇദ്ദേഹത്തിന് 2 പേരുണ്ട്. അപ്പൊ ഈ 2 പേരും ഒരാൾ തന്നെയല്ലേ എന്നുള്ളതാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. അപ്പൊ അതിന് വിരുദ്ധമായിട്ട് ആര് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും അവരെന്താണ്? ശപിക്കപ്പെട്ടവർ തന്നെയാണ്. അങ്ങനെ പഠിപ്പിക്കുവാനായിട്ട് യാതൊരു വ്യവസ്ഥയും ഇല്ല. അപ്പോ യേശുക്രിസ്തു എങ്ങനെയാണ് ദൈവമാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ്. അവൻ പ്രത്യക്ഷപ്പെടുകയായിരുന്നു, മനുഷ്യനായി വെളിപ്പെടുകയാണ്, ഇനി മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടും എന്ന് പറയുന്നു 2ാമത്തെ വരവിൽ, അല്ലെ? ദൈവം പഴയ നിയമത്തിൽ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പുത്രനാണെന്നാണ് എല്ലാവരും പറയുന്നത്. പുത്രനാണ് എല്ലായിടത്തും പ്രത്യക്ഷപ്പെട്ടത്. മമ്രയുടെ തോപ്പിൽ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവവും 2 ദൂതന്മാരും അവിടെ പ്രത്യക്ഷനായി എന്ന് പറയുന്നു. അപ്പോ ആ മനുഷ്യൻ എന്ന് കാണുന്നിടത്തല്ല ഇദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് എന്താണ്? ഒരു മനുഷ്യൻ ഉപവിഷ്ടനായിരിക്കുന്നു വലതുഭാഗത്ത്. അപ്പൊ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? മഹത്വത്തിന്റെ കരത്തെയാണ്, ദൈവത്തിന്റെ മഹത്വത്തിന്റെ കരമാണ് വലതുഭാഗം എന്ന് പറയുന്നത്. ആ മഹത്വത്തിന്റെ കരം നമുക്കായി പക്ഷാപാതം ചെയ്തിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ നിന്ന് ആ വാക്യങ്ങളിൽ നിന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മറ്റൊരു മനുഷ്യൻ അവിടെ ഇല്ല, അല്ലെ? അദ്ദേഹം വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവം മനുഷ്യനായിട്ട് പ്രത്യക്ഷപ്പെടാൻ കഴിയല. ഇതിപ്പം അദ്ദേഹം പറഞ്ഞ പോലെ തിരിഞ്ഞു കാര്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹം മുസ്ലിങ്ങളുടെ കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞതിനകത്ത് മുസ്ലിങ്ങൾക്ക് വിശ്വസിക്കുന്ന എങ്ങനെ? അവിടെ അള്ളാഹു മനുഷ്യനായിട്ട് വെളിപ്പെടുകയില്ല, അവർ ഈ നബിമാർ അല്ലെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരമേ അരുളി ചെയ്യുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ വിശ്വാസവും ഈ വിശ്വാസം തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടും എന്ന് വളരെ വ്യക്തമായിട്ട് യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൽ വളരെ ഞാൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറയുമ്പോ ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിനെ അല്ലെങ്കിൽ പ്രത്യക്ഷതയാണിത് കാണിക്കുന്നത്. അല്ലാതെ ഇദ്ദേഹം പറയുന്നത് പോലെ 2ാമതൊരു പുത്രനും കൂടി, ലോകാരംഭം മുതൽ ഒരു പുത്രനും കൂടി ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അപ്പൊ അദ്ദേഹം പറയുന്ന മടിയിലിരിക്കുന്ന പുത്രൻ, അങ്ങനെ മടിയിലിരിക്കുന്ന പുത്രൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല.
അങ്ങനെ ഒരു സംഭവം ഉണ്ട്. മടിയിൽ ബോസം ഓഫ് ദ ഹേർട്ട് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുന്നത്. അപ്പോ അത് വെളിപ്പെടുന്ന ആ ദൈവത്തിന്റെ മനുഷ്യ വെളിപ്പാടിനെ ആണ് അത് കാണിക്കുന്നത്. അല്ലാതെ ഇവർ പറയുന്നത് പോലെ അതൊരു മറ്റൊരു വ്യക്തിത്വത്തെ കാണിക്കുന്നില്ല. ദൈവത്തിന്റെ മാനുഷിക വെളിപ്പാടാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും അല്ലെ ആദിജാതനും എന്നാണ് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വായിക്കുന്നുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഞാൻ ആ ഭാഗം കൂടി വായിക്കാം. അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ 14:14 വായിക്കുന്നു. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്, സർവ സൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. ആദിജാതൻ എന്ന് പറയുമ്പോൾ എന്താണ്? പാപം ചെയ്യാത്തവർക്ക് ആദ്യജാതൻ എന്ന അർത്ഥത്തിലാണ്. അപ്പം ആദാമിൽ എല്ലാവരും വീണുപോയെന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ രണ്ടാമതൊരു ആദാം എഴുന്നേറ്റു. അത് ദൈവം മനുഷ്യനായിട്ട് എഴുന്നേൽക്കുകയായിരുന്നു മനുഷ്യനെ വീണ്ടെടുക്കാൻ. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ആയി. കാരണം രണ്ട് പിതാവില്ല, അല്ലേ? രണ്ട് പിതാവുണ്ടോ? യേശു ക്രിസ്തുവിനെ എബ്രായ ലേഖനത്തിൽ പല ആളുകളും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് മൂത്ത സഹോദരൻ എന്ന് പറയാറുണ്ട്. അവൻ മൂത്ത സഹോദരനായി മനുഷ്യനായി വെളിപ്പെടുമ്പോഴാണ് മൂത്ത സഹോദരനായതും എന്താണ് അവൻ പിതാവ് തന്നെയാണ് എന്നുള്ള കാര്യം എബ്രായർ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ മറച്ചു വെക്കുന്നില്ല. മറച്ചു വെക്കാത്തതിന്റെ പ്രധാനമായ കാര്യം എന്താണ്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട്. ആര് മക്കൾ? പിതാവ് ഇവിടെ ആര്? ഞാൻ യെശയ്യാവിന്റെ പുസ്തകം 9:6 വായിച്ചു. നിത്യപിതാവ്. അവൻ ആരാണ്? പൂർവ്വ അസ്തിത്വവും നിത്യ അസ്തിത്വവുമുള്ള വ്യക്തിയാണ് യേശുക്രിസ്തു, അല്ലേ? ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടിയിരിക്കുന്നത് കൊണ്ട് അവന് യേശു എന്ന പേരിടണമെന്ന് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം അരുളി ചെയ്തത് ആരെക്കുറിച്ചാണ്? ഈ ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. ദൈവം മനുഷ്യനായി വെളിപ്പെടും, അല്ലേ? നഥാനിയേലിനോട് പറയുന്നത് കേൾക്കാം നമുക്ക്. നഥാനിയേലിനോട് എന്താണ് പറയുന്നത്? മോശയുടെയും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടു, അല്ലേ? കണ്ടു. ആരെയാണ് കണ്ടത്? ദൈവത്തെയാണ് കണ്ടത്. യേശുക്രിസ്തുവിനെയാണ് കണ്ടത്. ഏക സത്യ ദൈവത്തെയാണ് കണ്ടത്. യേശുക്രിസ്തു തന്നെ പറയുന്നു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, അല്ലേ? അപ്പൊ പിതാവിന്റെ പേര് യേശുവാണെന്ന് പറയുന്നതിൽ ഒരു തെറ്റും കാണുന്നില്ല. ഒരു തെറ്റും അതിനകത്തില്ല. പിതാവിന്റെ പേര് യേശു എന്ന് യേശുക്രിസ്തു തന്നെയാണ് പഠിപ്പിച്ചത്. ഇനി പരിശുദ്ധാത്മാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചൂണ്ടിക്കാട്ടുമ്പോൾ, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ദൈവം മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. ആ മനുഷ്യ വെളിപ്പാടിനെ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്വത്തിലേക്ക്, അല്ലെങ്കിൽ അവൻ പിതാവെന്ന ആ ഒരു സംഗതി, അതായത് മക്കൾ എന്നുള്ള ആ പദവിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറത്തുള്ളൂ. അതെങ്ങനെയാണ്? ആ മനുഷ്യത്വത്തിൽ, അല്ലെങ്കിൽ ആ മനുഷ്യത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ആ മനുഷ്യത്വത്തിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം മനുഷ്യനായിട്ട് ഭൂമിയിൽ ഇറങ്ങി വന്നു നമ്മളെ രക്ഷിക്കുവാൻ. ആ മനുഷ്യത്വത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, അല്ലെ? പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്. ആ വാക്യമാണ് എല്ലാവർക്കും ഇന്ന് കൺഫ്യൂഷൻ ആയിരിക്കുന്ന ഒരു വലിയ വാക്യമാണ്, അല്ലെ? യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവരെല്ലാം മറ്റൊരു ആത്മാവാണെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് സ്റ്റക്കാവുന്ന ഒരു കാര്യം എന്താണ്? അയ്യോ, ഇത് വേറെന്തോ പഠിപ്പീരാണ് എന്നുള്ള കാര്യമാണ് പലരുടെയും ചിന്ത. കാരണം രണ്ടാമത്തെ ആളാണ് ഈ വന്നിരിക്കുന്നുള്ള ചിന്താഗതി ഇവരുടെ മനസ്സിലേക്ക് വരും. അപ്പം യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിന്റെ നാമത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ നാമത്തിൽ വന്നിരിക്കുമ്പോൾ തന്നെ ദൈവം ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ഏതൊരു ആത്മാവും എന്താണ്? ദൈവത്തിൽ നിന്നുള്ളതല്ലെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ഒരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, വേറെ ഒരിടത്തു നിന്നല്ല.
ഈ 2 ദൈവങ്ങളും 3 ദൈവങ്ങളും ഉണ്ടെന്ന് പറയുന്നതിനെക്കാട്ടിൽ എത്രയോ ഭേദമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് പ്രത്യക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ്. പ്രത്യക്ഷത എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ അവഗണിച്ചുകൊണ്ട് തൃത്വം, ത്രിയേകം, പിന്നെ ഇപ്പോൾ പറഞ്ഞ ഈ സിദ്ധാന്തം, ഇങ്ങനെ 3-4 സിദ്ധാന്തങ്ങളിൽ കൂടിയാണ് ഇന്ന് മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരിടങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലങ്ങളിൽ ദൈവവചനം ശരിയായി പഠിക്കുക, ആ വചനത്തെ അനുസരിക്കുക, ആ ദൈവം മനുഷ്യനായി വെളിപ്പെട്ടു. അതുകൊണ്ടാണ് ഫിലിപ്പോസ് ചോദിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഞാൻ ഇത്രയും നാളും നിന്റെ കൂടെ എഴുന്നിട്ട് നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ. അതായത് പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. 2ഉം 3ഉം ദൈവങ്ങൾ നമുക്കില്ല. ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടാണ് യേശു ക്രിസ്തു എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ.